സുധിയുടെ കല്യാണ ദിവസം എല്ലാവരും അമ്പലത്തിലോട്ട് വരികയാണ്. ഈ സമയത്ത് രേവതിയുടെ അമ്മയും ദേവവും കൂടെ സുധിക്കും ശ്രുതിക്കും ചാർത്താനുള്ള മാലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് അച്ചമ്മയും രവിയും രേവതിയും കൂടെ വരുന്നുണ്ട്. ഇവരെ കാണുന്നതും ഓടി വരുന്നുണ്ട് രേവതിയുടെ അമ്മ. അങ്ങനെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, ഇതാണ് ഞങ്ങളുടെ കട, ഇവിടെയാണ് ഞങ്ങൾ പൂക്കച്ചവടം നടത്തുന്നത് എന്നൊക്കെ അച്ചമ്മയോടും രവിയോടും ഒക്കെ പറയാണ്. രേവതിയും പറയുന്നുണ്ട്, അച്ഛമ്മേ ഇതാണ് ഞങ്ങളുടെ കട എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി അവർ സംസാരിക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സച്ചിയുടെ കാറിൽ ബാമയും ചന്ദ്രയും സുധിയും കൂടെ വരുന്നുണ്ടായിരിക്കും. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ സച്ചി സുധിയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കാറിൽ വന്നതിൻ്റെ പൈസ നീ തരണം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, കാറിൽ വന്നതിൻ്റെ പൈസയോ? അതെ, കാറിൽ വന്നതിൻ്റെ പൈസ എനിക്ക് തരണം. AC ഒക്കെ ഇട്ടിട്ടല്ലേ ഇതുവരെ സുഖമായിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ എൻ്റെ കാറിൽ വന്നതിൻ്റെ പൈസ എനിക്ക് തന്നേ പറ്റൂ എന്ന് സച്ചി പറയാണ്. ഇത് കേൾക്കുമ്പോൾ സുധി പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിലത്തെ കല്യാണത്തിന് നീ എൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്നു എന്ന് സുധി ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെന്തേ, നീ പണിക്കൊക്കെ പോകുന്ന ആളല്ലേ, നീ തന്നെ എനിക്ക് പൈസ തരണം. എൻ്റെ വണ്ടിയിൽ വരുന്നതിൻ്റെ പൈസ ഞാൻ ചോദിച്ചു വാങ്ങണ്ടേ എന്ന് സച്ചി പറയാണ്. ഇത് കേൾക്കുന്നതും രവി വന്ന് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നിന്റെ ഏട്ടൻ്റെ കല്യാണമല്ലേ, അപ്പം നീ പൈസ വാങ്ങിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ, ഇവൻ എനിക്ക് പൈസ തന്നേ പറ്റൂ. ഇവൻ ജോലിക്കൊക്കെ പോകുന്ന നല്ല ജോലിക്കാരനല്ലേ, അതുകൊണ്ട് ഇവൻ എനിക്ക് പൈസ തരണം. ഞാൻ വണ്ടി ഓടിച്ചാലല്ലേ എനിക്ക് പൈസ കിട്ടുമെന്ന് സച്ചി പറയാണ്. ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്, നിനക്കിപ്പോൾ പൈസ അല്ലേ വേണ്ടത്, ഞാൻ തന്നെ തരാ എന്ന് പറയുന്നുണ്ട് രവി. അയ്യോ അച്ഛൻ എനിക്ക് പൈസ തരണ്ട, ഇവൻ തന്നെ എനിക്ക് പൈസ തരണേ എന്ന് നമ്മുടെ സച്ചി സുധിയോട് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, നിനക്കിപ്പോൾ എന്താ പൈസ അല്ല ആവശ്യം എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ പേഴ്സ് തുറന്ന് സച്ചിക്ക് പൈസ കൊടുക്കുകയാണ്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഏതെങ്കിലും വണ്ടി വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ. അതിനുശേഷം പിന്നീട് രേവതിയുടെ അമ്മ ചന്ദ്രയെ ഓടി വന്ന് ചേച്ചി എന്ന ചന്ദ്രയെ വിളിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്, എനിക്കത് മോശമാണെന്ന് ചന്ദ്ര പറയാണ്. ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, നിനക്ക് തീരെ ബോധമില്ലേ ചന്ദ്രേ, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക, നിനക്ക് പുറത്തു ഇറങ്ങിയ എങ്ങനെ സംസാരിക്കുക എന്നൊന്നും അറിയില്ലേ എന്ന് ചന്ദ്രയോട് അച്ഛമ്മ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര മിണ്ടാതെ നിൽക്കുകയാണ്. ചന്ദ്രയുടെ സംസാരം കേട്ട് രവിയും പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുമ്പോൾ ഇവരുടെ ഈ കടയൊന്ന് പൂട്ടിയിടായിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണോ ഇവിടെ തുറന്നിരിക്കുന്നത്, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കത് വളരെ മോശമാണെന്ന് ചന്ദ്ര പറയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവു പറയുന്നുണ്ട്, എന്തിനാ ഞങ്ങളെ കട ഞങ്ങൾ അടച്ചിരിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, ഞങ്ങൾ നടത്തുന്ന പൂക്കട എല്ലാ ദിവസവും ഇവിടെ തുറക്കാറുണ്ട്, അതുപോലെ ഈ ദിവസവും ഞങ്ങൾ തുറന്നു എന്ന് ദേവു പറയാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെന്താണെന്നറിയോ ദേവു, ഇവൻ വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ, ഇവന്റെ കല്യാണം ആവുമ്പോൾ ഈ ഭാഗത്തുള്ള കടകളൊക്കെ അടച്ചിടണം, അതാണല്ലോ നിയമം എന്ന് സച്ചി പറയുന്നുണ്ട്. സച്ചിയുടെ സംസാരം കേട്ട് രേവതിയും ദേവുവും ഒക്കെ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മുടെ രവിയും അച്ഛമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്, ശ്രുതിയെ ഇതുവരെ കണ്ടില്ലല്ലോ, അവളല്ലേ ഇവിടെ ആദ്യം വരേണ്ടത്, അവളെ എന്താ കാണാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രയും ശ്രുതിയൊക്കെ പറയുന്നുണ്ട്, അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പൊ വരൂ എന്ന് പറയാണ്. രേവതിയുടെ അമ്മയുടെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട്, എന്തായി, മാലയൊക്കെ റെഡിയായോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, കുറച്ചു നേരത്തെ പണിയും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇപ്പൊ റെഡിയാവും എന്ന് അമ്മ പറയാണ്. തന്ന പൈസക്ക് നല്ല മാല തന്നെ ഉണ്ടാക്കണം എന്ന് ചന്ദ്ര പറയാണ്. അതിന് ഞങ്ങള് ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടൊന്നുമല്ല ഈ മാല കെട്ടിക്കൊടുക്കുന്നതെന്ന് രേവതി പറയാണ്. അങ്ങനെ രവിയും പറയുന്നുണ്ട്, അതെ, അവരവരുടെ ഇഷ്ടത്തിന് നമ്മുടെ കുടുംബമല്ലേ എന്ന് കരുതിയിട്ട് അവർ മാല കെട്ടിത്തരാ, നീ വല്ലാണ്ട് സംസാരിക്കണ്ട എന്ന് ചന്ദ്രയോട് പറയാണ്. നീ ശ്രുതി എന്താ വരാത്തതെന്ന് ആദ്യം നോക്കെന്ന് പറഞ്ഞ് രവി ഉള്ളിലോട്ട് പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ രേവതിനെ വിളിക്കുന്നുണ്ട്, മോളെ നീ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അച്ഛാ, ഞാൻ ഇവിടെ അമ്മയെ ഒന്ന് സഹായിക്കട്ടെ, അച്ഛൻ ഉള്ളിലോട്ട് പൊക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ രേവതി അമ്മയെ സഹായിക്കുകയാണ്. ദേവും കൂടെ പൂ കെട്ടുന്നിടത്തോട്ട് നമ്മുടെ ശ്രീകാന്ത് വരികയാണ്. എന്നിട്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എത്ര നന്നായിട്ടാ എടത്തിയമ്മ പൂ കെട്ടുന്നത്, മാത്രമല്ല എന്തൊരു സ്പീഡിലാ കെട്ടുന്നത്, ഏറ്റവും കൂടുതൽ വേഗത്തിൽ പൂ കെട്ടുന്നതിൻ്റെ അവാർഡ് എടത്തിയമ്മയ്ക്ക് എന്നെ തരണമെന്ന് ശ്രീകാന്ത് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവും ചോദിക്കുന്നുണ്ട്, ഞാൻ കെട്ടുന്നത് എന്താ സ്പീഡിലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നീ മുയലിനെ പോലെയാണ് കെട്ടുന്നതെന്ന് ദേവുവിൻ്റെ അടുത്ത് പറയാണ്. ഈ സമയത്ത് നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, നീ ആ കുട്ടിയെ വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് കുട്ടിയെ എന്ന് രേവതിയുടെ അമ്മ ചോദിക്കുകയാണ്. അത് പിന്നെ അമ്മേ, അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സച്ചിയേട്ടനെ ഇറക്കാൻ സഹായിച്ച ആ പെൺകുട്ടിയാണെന്ന് പറയാണ്. അത് പിന്നെ ഏട്ടത്തി, ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് ക്ഷണിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയാണ്. അത് മോശമായല്ലോ, നീ വിളിക്കേണ്ടതായിരുന്നില്ലേ എന്ന് രേവതി പറയുന്നുണ്ട്.
അതെന്താണെന്നറിയോ ഏട്ടത്തി, ഇനി സുധിയുടെ ഈ കല്യാണത്തിന് സുധി എങ്ങാനും ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം മുടങ്ങില്ലേ? അത് കാരണം എങ്ങനെ വിശ്വസിച്ചിട്ട് അവളെ വിളിച്ച് അവളിവിടെ വന്നു കഴിഞ്ഞാൽ അതൊരു മോശത്തിലല്ലേന്ന് കരുതിയിട്ടാണെന്ന് നമ്മുടെ ശ്രീകാന്ത് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതിയും ദേവുവും എല്ലാവരും ചിരിക്കുകയാണ്. അങ്ങനെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, നീ തന്നെ ഇങ്ങനെ പറയരുത് കേട്ടോ ശ്രീകാന്തേ എന്ന് പറയാണ്.